CPM-ന് വോട്ട് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവർ വളരെ മതേതരമാണ്. അപ്പോൾ ചേലക്കരയിൽ അവർ വോട്ട് ചെയ്താർക്കാ? അപ്പോൾ അവർക്ക് വോട്ട് കിട്ടുമ്പോൾ അത് മതേതരം. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇപ്പോൾ 1994 ലീഗിൽ നിന്ന് മുറിഞ്ഞു പോയൊരു കഷ്ണമാണ് INL. INL മതേതരാണ്, കാരണം ഇവരുടെ മുന്നണിയിലുണ്ട്. അഹമ്മദ് ദേവർകോവിൽ ഇവരുടെ മന്ത്രിസഭയിൽ, രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാണ് 2.5 കൊല്ലം. അപ്പൊ INL എങ്ങനെ INL ഉണ്ടായത്? 92 ഡിസംബർ 6 ബാബരി പള്ളി പൊളിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഭരണത്തിന് പുറത്തു വരണം, പ്രതികരണം പോരാ, കൂടുതൽ തീവ്രമാവണം എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ സേട്ടു INL ഉണ്ടാക്കുന്നത്. അത് ഇവരുടെ കൂടെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കൊന്നും ഈ CPM പറയുന്ന വോട്ടോ അനുയായികളോ അനുഭാവികളോ ഒന്നും കേരളത്തിലില്ല. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ 1000-ഓളം പഞ്ചായത്തുണ്ട് കേരളത്തിൽ. ഒരു പഞ്ചായത്ത് പോലും ജമാഅത്ത് ഇസ്ലാമി SDPIയോ ഭരിക്കുന്നില്ല. കോർപ്പറേഷനുകളിലൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഞങ്ങളെ മുക്കം ഗ്രാമപഞ്ചായത്തിൽ 2 മെമ്പർമാരുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ MLA ആയിട്ട് ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഉള്ള വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്കോ SDPIക്കോ ഇല്ല. പിന്നെ ഉള്ളപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിയ കൂട്ടരാണ് CPM. CPM എന്താ ചെയ്തത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2003 ഇറാഖിലേക്ക് അധിനിവേശം നടത്തി അമേരിക്ക. എന്താ കാരണം? സദ്ദാം ഹുസൈൻ അവരുമായിട്ട് പിണങ്ങി. അപ്പൊ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് ഇറാഖിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. കമ്മ്യൂണിസ്റ്റിനെ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്ത ആളാണ്. ഇസ്ലാം വിരുദ്ധനാണ്. മതരാഷ്ട്രവാദികളെ കൊല്ലുകയും ജയിലിൽ അടക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. പക്ഷെ ഇവിടെ എന്തുണ്ടായി? കേരളത്തില് CPM ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. എന്താണ്? അമേരിക്കൻ വിരുദ്ധനാണ് സദ്ദാം ഹുസൈൻ. അങ്ങനെ സദ്ദാം ഹുസൈൻ വലിയ ഹീറോ ആയി. അപ്പൊ എന്തുണ്ട്? സദ്ദാം ഹുസൈന്റെ മറവിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ, അതായത് മുസ്ലിം തീവ്രവാദികൾക്കും മുസ്ലിം മതമൗലികവാദികൾക്കൊക്കെ ഇവരുമായിട്ട് CPM-ആയിട്ട് ഒന്നിക്കാനുള്ളൊരു വേദി ഉണ്ടായി. അപ്പോൾ 2006 ഇയാളെ തൂക്കിക്കൊന്നു സദ്ദാം ഹുസൈനെ. അപ്പോ കേരളത്തിലാണ് അതിന് ബന്ദ് നടക്കുന്നത്. ഇറാഖില് ഒരു അമേരിക്കൻ പാവ ഗവൺമെന്റിന്റെ ജഡ്ജി ഇദ്ദേഹത്തെ തൂക്കാൻ വിധിക്കുക. അദ്ദേഹത്തെ ഡിസംബർ 30 എന്റെ ഓർമ്മ, 2006. അപ്പൊ കേരളത്തിലെ ബന്ദ് നടക്കുന്നത്. വേറെ എവിടെയും ബന്ദ് നടക്കുന്നത്. എന്താ കാരണം? ഇവിടുത്തെ മുസ്ലിം വികാരം ഉപയോഗിക്കുക. ഇപ്പോ മദനിയെ കൂടെ കൂട്ടിയ ആരാ? ഇപ്പൊ ഇവിടുത്തെ മുസ്ലിം മദനിയെ 2009 മദനിയെ കൂടെ കൂട്ടുന്ന ഒരാളുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അതായത് ഇവിടുത്തെ മുസ്ലിം മതമൗലികവാദം, മുസ്ലിം വർഗീയത രണ്ടു കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആര്? UDF ഉപയോഗിക്കുക, LDF ഉപയോഗിക്കുക. പക്ഷെ ഏറ്റവും അധികം ഉപയോഗിച്ച LDF ആണ്. അതിന്റെ മുൻകൈ CPM-നാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഏറ്റവും പുതിയ ഉദാഹരണം, ഇപ്പോ പാലക്കാട്ട് ഒരു പരസ്യം കണ്ടില്ലേ? സുപ്രഭാതത്തിലും സിറാജിലും. അവിടുത്തെ സ്ഥാനാർത്ഥി ആരാ? സന്ദീപ് വാര്യരാണോ? അവിടുത്തെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? മാത്രമല്ല ആ പരസ്യം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അത് ഒട്ടും പിന്നോക്കം പോകുന്നില്ല CPM. ആ പരസ്യം കൊടുത്ത് ശരിയായില്ല എന്ന് പറയുന്നത് പാലക്കാട്ട് ഏറ്റവും തലമുതിർന്ന CPM-ന്റെ നേതാവ്, പലവട്ടം MP ആയിരുന്ന കൃഷ്ണദാസാണ്. അന്ന് അത് പരസ്യം കൊടുത്തതിന് മുൻകൈ എടുത്ത ഒരാളാണ് MP രാജേഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി. അദ്ദേഹം പറഞ്ഞ എന്താ? പൈസ കുറവാണ് പരസ്യത്തിന്, എന്നാ പിന്നെ ദേശാഭിമാനി കൊടുത്തൂടെ? ദേശാഭിമാനി കൊടുക്കാൻ പൈസ ഉണ്ടല്ലോ. ദേശാഭിമാനിയിൽ കൊടുക്കാത്തൊരു പരസ്യം ചെലവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും കൊടുക്കാണ്. സുപ്രഭാതം നടത്തുന്ന ആരാണ്? EK സംസ്ഥക്കാരാണ് നടത്തുന്നത്. അതിലൊരു വിഭാഗം, ചെറിയൊരു വിഭാഗം ഇവരുടെ അനുകൂലിക്കുന്ന ആളാ. ഇപ്പം ഉമർ ഫൈസി, മുക്കം മുസ്തഫ മുണ്ടുപാറൊക്കെ ഇവരെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അവരെ മറ്റൊരു സഖാവ് എന്നാണ് പറയാ. അപ്പോ സിറാജ് എന്ന് പറഞ്ഞ ആരാണ്? AP അബൂബക്കർ മുസ്ലിയാരുടെ പത്രമാണ്. അപ്പൊ അതിലൊക്കെ ഈ തരത്തിൽ വർഗീയതയുള്ള പത്രം ഉപയോഗിക്കപ്പോ അതിന് തൊട്ട് മുമ്പ് വടകര ലോക്സഭാ പോളില് ഷാഫിക്കെതിരായിട്ട് ഉണ്ടാക്കിയ കാഫർ പോസ്റ്റ്, കാഫറാണ് എന്ന് പറയുന്ന. ഇപ്പൊ അതിനു മുമ്പത്തെ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ ഇന്നോവ കാറിന് മുകളിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചാരാണ്? അന്ന് നാട്ടുകാരല്ലല്ലോ, അവർക്ക് CPM അല്ലേ. ആ പരസ്യം കൊടുത്ത് CPM അല്ല എന്ന് പറയണ്ടോ? ആ പരസ്യം കൊടുത്തതിന്റെ അന്യായം CPIക്ക് ബോധ്യമാണല്ലോ. ഇപ്പോ നമ്മുടെ CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ബിനോയ് വിശ്വം ആ പരസ്യം ന്യായീകരിക്കും. ഇതിപ്പോ പ്രതിപക്ഷക്കാരോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ, CPM വിരുദ്ധന്മാർ പറയുന്നൊന്നുമല്ല. CPM വിരുദ്ധനാണോ ബിനോയ് വിശ്വം? അല്ലെ NN കൃഷ്ണദാസ്? അല്ലല്ലോ. അപ്പൊ അത് വളരെ പ്രകടമാണ്. ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. അപ്പോ വർഗീയത ഇവിടെ UDF LDF ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം വർഗീയത ഏറ്റവും അധികം ഉപയോഗിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്.